പള്ളിക്കാട്ടിലെ കശുമാവിൻ ചോട്ടിലെ മൈലാഞ്ചി ചെടിമാടി വിളിക്കുന്നെന്നെ, മൈലാഞ്ചി ചെടിമാടി വിളിക്കുന്നിന്നെ. അതു കഥകൾ പറയാനല്ല, കവിതകൾ പാടാനല്ല, മണ്ണിലമർന്ന് മണ്ണിലലിഞ്ഞ് മണ്ണായി തീരാം. അവളെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ അവൾക്ക് ചെറുപ്പം മുതൽ എന്തൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നൊക്കെ അതെന്താ സംഭവം എന്നെ പറയാൻ? ഹാർട്ടിന്റെ ഓപ്പറേഷൻ, പിന്നെ ഹോൾ ഉണ്ടായിട്ട് ഹാർട്ടിന് ഹോളായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത് കുഴപ്പമൊന്നും ഇപ്പൊ ഇങ്ങനെ അലർജി പ്രശ്നങ്ങൾ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് എന്താ വെച്ചാൽ അവരിങ്ങനെ ഒതുങ്ങിക്കൂടില്ല. പക്ഷെ ഇവള് വളരെ ധൈര്യപൂർവ്വം ഇപ്പോൾ നമ്മുടെ കലയുടെ മേഖലയിലേക്ക് കടന്നു വന്നു അല്ലേ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കീഴ്പ്പുറം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എൻ്റെ തന്നെ നാടിനടുത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത ഒരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സർജറിക്കൊക്കെ വിധേയമായി അതൊക്കെ എന്താ പറയുക സഹിച്ച് ഏകദേശം ഇപ്പോൾ കലയുടെ മേഖലയിലേക്ക് കടന്നു വന്ന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കുന്ന അതല്ലെങ്കിൽ വൈറലായ ഒരു കലാകാരിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീച്ചുള്ള നല്ല പാട്ട് പാടുന്ന ഒരു മോള്. അപ്പോൾ എന്തായാലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു അത്ഭുത കലാകാരിയെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ നാട്ടുകാരിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അവരുടെ വീടിൻ്റെ മുമ്പിലാണ് ഞാനെന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല ഈ ഒരു കലാകാരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടിപൊളി പാട്ടുകാരിയായിരിക്കും. നമുക്ക് പരിചയപ്പെടാം. അവർ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആളില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആടെ ഉപ്പ. അസ്സലാമു അലൈക്കും. എന്ത് വിശേഷം? നല്ല വിശേഷം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നിദാശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളില്ലേ? സ്കൂളിൽ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്ന സമയത്താണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ലൈറ്റിങ്ങിന് ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെ വരുന്നത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അറിയുന്ന വിളിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ പരിചയപ്പെട്ട് ബാക്കി നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ ആ ഒരു കലാകാരി കേട്ടോ, കൊച്ചു കലാകാരി. അസ്സലാമു അലൈക്കും. എന്താ വിശേഷമൊക്കെ? സ്കൂളിട്ട് വന്നിട്ട് ഒന്നും സമയം കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് മോളുടെ ഉപ്പ കേട്ടോ. ഉപ്പൻ്റെ പേരെന്തേനി? എൻ്റെ പേര് നജീബുദ്ദീൻ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവളെ ആ ഒരു പാട്ട് ഫേസ്ബുക്കിലൂടെ ഒരുപാട് തരംഗം സൃഷ്ടിച്ച പാട്ടല്ലേ? സ്വന്തമായിട്ട് ചാനൽ ചെയ്യുന്നുണ്ടോ? ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ. അതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനേ ഇവളെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ അവൾക്ക് ചെറുപ്പം മുതൽ എന്തൊക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നൊക്കെ അതെന്താ സംഭവം എന്നെ പറയാൻ? ഹാർട്ടിന്റെ ഓപ്പറേഷൻ, പിന്നെ ഹോൾ ഉണ്ടായിട്ട് ഹാർട്ടിന് ഹോളായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത് കുഴപ്പമൊന്നും ഇപ്പൊ ഇങ്ങനെ അലർജി പ്രശ്നങ്ങൾ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് എന്താ വെച്ചാൽ അവരിങ്ങനെ ഒതുങ്ങിക്കൂടില്ല. പക്ഷെ ഇവള് വളരെ ധൈര്യപൂർവ്വം ഇപ്പോൾ നമ്മുടെ കലയുടെ മേഖലയിലേക്ക് കടന്നു വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് വന്നപ്പോൾ എത്രത്തോളം സപ്പോർട്ട് വന്നു? ഓക്കെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിലാരാ? ഉമ്മയാണോ ഉപ്പയാണോ? രണ്ടാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ? പാട്ട് ഞാൻ കേട്ട് പഠിക്കലാണ്. ഫുള്ള് കേട്ടിട്ടാണോ പഠിക്കുന്നത്? ശാസ്ത്രീയപരമായിട്ട് സംഗീതം പോയിട്ടുണ്ടോ? പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഫുള്ള് കേട്ടിട്ട് തന്നെ പഠിക്കണേ അല്ലേ? അല്ല, ഞാൻ മാപ്പിള പാട്ട് പഠിക്കലുണ്ട്. അതെവിടെയാണ്? അവിടെ കീഴാറുമ്പിൽ തന്നെ, അരീക്കോട് ഷാബാഷ് കീഴല്ലേ? ഓക്കെ. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 7ാം ക്ലാസ്സിൽ. ഓക്കെ. പിന്നെ നമ്മൾ കലോത്സവം വേദികളിൽ ഏതുവരെ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയട്ടോ? ഞാൻ സബ് ജില്ല കഴിഞ്ഞിട്ട് ജില്ല വരെ പോയിന്. പിന്നെ ഞങ്ങൾക്ക് സംസ്ഥാനം ഇല്ല, ഞങ്ങൾ 7ാം ക്ലാസ്സിലാണ്. ജില്ലയാണ് ലാസ്റ്റ് അല്ലേ? പിന്നെ 7ാം ക്ലാസ്സിൽ പോകുന്നതോടുകൂടി അതവിടെ തീരാണല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുറച്ച് പാട്ടുകൾ കേൾക്കാൻ. അത് മാത്രമല്ല ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടില്ലേ അങ്ങനെ സോഷ്യൽ മീഡിയ പോയി പാടിയിട്ട്? അതിൽ ഏറ്റവും കൂടുതൽ റീച്ച് വന്ന പാട്ട് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സമ്മിലൂര് പാടില്ലേ അടിപൊളിയായിട്ട്? അത് നല്ലപോലെ ആൾക്കാർ ഏറ്റെടുത്തു അല്ലേ? അത് നമ്മുടെ ചാനലാണോ ഇട്ടത്? അൻഷാദ് ഖാൻ്റെ ചാനലല്ലേ? ഓക്കെ. പിന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും പാട്ട് നമുക്ക് കേൾക്കണം. പിന്നെ പറയുന്നത് വെച്ചാൽ ഫാമിലി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പഠിക്കാനും കുഴപ്പമൊന്നുമില്ല. നാലോ പാട്ടിലാണ് മുന്നിൽ. ഒന്നും കൂടി പാട്ടൊരു പ്രൊഫഷണൽ എടുക്കാനുള്ള പരിപാടിയാണോ അതോ എങ്ങനെ കാര്യങ്ങളൊക്കെ? പാട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമോ? അങ്ങനെയൊന്നുമില്ല, പഠിക്കാനും താല്പര്യമുണ്ട്. ഓക്കെ.
അപ്പോൾ അതിൽ അധികം നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന ഇവിടെ ആ ഒരു മനോഹരമായ ശബ്ദത്തിലുള്ള പാട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൈറലായ സമ്മിലൂടെ കേൾക്കാം അല്ലേ. ഓക്കെ. പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നടയ്ക്കൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നടയ്ക്കൂ ഖദീജ, വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം, വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റാർ തന്ന് ഖുർആന്റെ നൂർ കലമിൽ തെളിഞ്ഞ്, ജിബ്രീൽ വന്ന് ഇഖ്റാർ തന്ന് ഖുർആന്റെ നൂർ കലമിൽ തെളിഞ്ഞ്. അടിപൊളിയായിട്ട് പാടിട്ടോ, നല്ല രസമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഈ ഒരു പാട്ട് കുറേ ആൾക്കാർ പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരാനുള്ളൊരു മെയിൻ കാരണം ആ പാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ പാടിയ ആ ഒരു പാട്ടാണ്. കാരണം വളരെ ഫീലോടെ, കാരണം അതിന്റെ കമന്റ് ബോക്സ് വായിച്ചിരുന്നില്ലേ, നല്ല കമന്റ് ആയിരുന്നില്ലേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇപ്പൊ എന്താ പറയാനുള്ളത് മോളുടെ ഈ ഒരു പാട്ടിന്റെ? മോള് ഈ പാട്ടിലൂടെ കുറെ ആൾക്കാർ അറിയപ്പെട്ട്, അതേമാതിരി ഇനിയും മുന്നോട്ട് അറിയപ്പെടട്ടെ. അതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ടിന്റെ വഴിയൂടെ? പാട്ടിന് പറഞ്ഞാല് സ്വന്തമായിട്ട് കേട്ട് പഠിക്കണ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പോലെ ചെറിയ മാപ്പിളാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. ഓള് പോടാതെ തന്നെ ഒരു മോനോടില്ലേ പാട്ട്? വലിയ മോൻ പാടും, പക്ഷെ അവന് പാട്ട് രംഗത്ത് ഇറങ്ങാൻ മടിയാണ്. ഓക്കെ. പിന്നീട് വീട്ടിൽ നിങ്ങളാണോ വൈഫാണോ പാട്ട് പാടുന്ന ആൾക്കാർ? വൈഫ് കുറച്ചൊക്കെ മൂളും, പാടും, കുറച്ചൊക്കെ പാടും. ഓക്കെ. എന്തായാലും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ. പിന്നെ ഇത് മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്ന നിനക്ക് ഏതെങ്കിലുമൊക്കെ ഫ്ലോറിൽ പോയി പാടാൻ താല്പര്യമുണ്ടോ? അത് ഏതാ പറയാൻ പറ്റുമോ? പിന്നെ കോമഡി സ്റ്റാർ അങ്ങനെ പൊട്ടർമാലോ? ഇതിന് മുമ്പ് ഏതെങ്കിലും ഫ്ലോറിൽ പോയി പാടിയിട്ടുണ്ടോ? ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നല്ലൊരു ട്രൈ കൊടുക്കാല്ലേ നമുക്ക്. ഇപ്പൊ 7ാം ക്ലാസ് നല്ല പഠിക്കണേ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ടൈം എന്തായാലും ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ തമ്മിലൂണി പാടിയ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിന്റെ പാട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ തേടി പിടിച്ചെത്തിയത്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മോളെ, ഞാൻ നിന്റെ നാവ് കൊണ്ട്, നിന്റെ ഈ നല്ല സ്വീറ്റ് വോയിസ് കൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു മധുഗാനം കേൾക്കാൻ താല്പര്യമുണ്ട്. അത് നീ ഒന്ന് പാടിത്തരും? ഓക്കെ. പിന്നെ ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉപ്പ വിളിച്ചവനെ പറഞ്ഞ മോൾക്ക് ജലദോഷമാണ്, ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അതൊക്കെ മാറിയോ? കുറവുണ്ട്. ഏതായാലും അധികം സ്ട്രെയിൻ ചെയ്യണ്ട, നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു അടിപൊളി മധുഗാനം കേട്ടോ. ഓക്കെ. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, തിരുനബിയില്ലെങ്കിൽ എന്തിനീ പ്രേമം, ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം, ഉഹ്ദുകളില്ലെങ്കിൽ എന്തിനീ കഥനം, ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം, ഉഹ്ദുകളില്ലെങ്കിൽ എന്തിനീ കഥനം, മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, തിരുനബിയില്ലെങ്കിൽ എന്തിനീ പ്രേമം. ഓ, ഇവിടെ കൈയടിക്കാൻ നമുക്ക് ആൾക്കാരില്ല, എന്നാലും ഒരു കൈയടി ആവട്ടോ. എന്തായാലും സൂപ്പറായിട്ട് പാടുന്നുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ ആഗ്രഹം ഒരു നല്ലൊരു ഫ്ലോറിൽ പാടുക എന്നുള്ളതല്ലേ, അതെന്തായാലും നമ്മളെ വീഡിയോ ആൾക്കാർ ഷെയർ ചെയ്യുന്നതോട് കൂടി എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ശരിക്കും എന്തൊരു ആഗ്രഹം? നല്ലൊരു പാട്ടുകാരിയാൻ തന്നെയാണ്, അതിന് വേണ്ടിയിട്ടാണോ പ്രയത്നിക്കുന്നത്? പറയൽ കൂടുതൽ അത് തന്നെയാണ്, പാട്ടുകാരി ആണെന്ന്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്ന കാര്യം വിഷമമാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അങ്ങനെ തുടർന്നുള്ള ജീവിതത്തിലെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട്? ഇല്ല. ആ ഒരു അന്നത്തോടു കൂടി അതങ്ങനെ ശീലിച്ചു പോകുന്നു അല്ലേ? നടക്കാനോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല. ഓക്കെ. അപ്പം ഇപ്പോൾ ഓൾറെഡി നല്ല ഫിറ്റാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്താ പാട്ട് പാടുക, നമ്മൾ ഈ ഒരു മേഖലയിൽ എന്നും നിറഞ്ഞ് നിലനിൽക്കുക, അതിനുള്ള ആരോഗ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നമ്മൾ പറയാൻ കുറച്ച് ശൈയാലോ അവൾക്ക്, പാട്ട് സൂപ്പറായിട്ട് പാടും, സംസാരിക്കാൻ അത്ര. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നീട്ടി വലിക്കുന്നില്ല, നമ്മൾ സമയക്കുറവ് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇനിയൊരു ഉറുദു ഗാനായിക്കോട്ടെ അല്ലേ? കാരണം വെച്ചാൽ എല്ലാ പാട്ടും പാടുന്നുണ്ടല്ലോ. ജില്ലയിൽ പോയൊരു ജില്ലയിൽ മറ്റേ എ ഗ്രേഡ് കിട്ടിയല്ലേ? ഓക്കെ. ആ ശരിക്കും പറഞ്ഞു. സ്കൂളിലൊക്കെ എങ്ങനെ ടീച്ചേഴ്സും മറ്റേവരൊക്കെ സപ്പോർട്ട് ഉണ്ട്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറെ പേര് പറയാമല്ലോ? ഞങ്ങൾ ക്ലാസ് ടീച്ചർ തന്നെയാണ്. ആരാണ്? രശീദ ടീച്ചർ. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. കൂടുതൽ ചെയ്യുന്നത് ഈ ടീച്ചറാണ് അല്ലേ? ഓക്കെ. പിന്നെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെയാണല്ലോ? കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. ആയിക്കോട്ടെ. എന്നാൽ അപ്പോൾ അവസാനമായിട്ട് ഒരു ഉറുദും കൂടെ പാട്ട് നിർത്തല്ലേ? ഈ പാട്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നിന്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും പേര് പറയാൻ പറ്റുമോ? എൻ്റെ നല്ല ഫ്രണ്ട്സാണ് അഫ്ന. അവൾക്ക് മാത്രമേ ഉള്ളൂ? സ്കൂളത്തെ എല്ലാവർക്കും വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി ഗാനം അല്ലേ? അടിപൊളിയായിട്ട് പാടാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ പഠിക്കുന്ന നല്ലൊരു വിദ്യാർത്ഥി കൂടിയാണ് കേട്ടോ നമ്മുടെ നിതമോള്. അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാൻ മറന്നുപോയി, ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെഫ്റ്റോടെ എഴുതുക. ലെഫ്റ്റ് ഹാൻഡിൽ നല്ല അടിപൊളിയായിട്ട് ഇവള് കണ്ടോ സൂപ്പറായിട്ട് എഴുതും അല്ലേ? അച്ചടിച്ച പോലെ അടിപൊളിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് ഹാൻഡ് ചെറിയൊരു വിഷയമുണ്ട്, അതങ്ങനെ ലെഫ്റ്റിലേക്ക് മാറുന്നത്. ഇത് ചെറുപ്പം മുതൽ അങ്ങനെ എഴുതി പഠിച്ചതാണോ അതോ അങ്ങനെ തന്നെ എഴുതി പഠിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇതിലും മത്സരങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ മത്സരങ്ങൾ, അതൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? മദ്രസിന് ഫസ്റ്റ് കിട്ടിയിരുന്നാ? പക്ഷെ എന്നാലേ ഇതിലും മത്സരങ്ങൾ വരുന്നുണ്ട്, അതിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. അത് ഞങ്ങളൊരു ആഗ്രഹമാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത്ര മനോഹരമായ രീതിയിൽ ഞാനൊരു ഹാൻഡ് റൈറ്റ് ഇതിലെ കണ്ടിട്ടില്ല കേട്ടോ അല്ലേ സജാദെ? അത് ലെഫ്റ്റ് ഹാൻഡ്, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേകതയല്ലേ കണ്ടാ? കസാലിം ചലി ചലി കസാലിം ചലി ചലി लाई हयात आई कजालिम चली चली कजालिम चली चली अपनी खुशी लाई अपनी खुशी लाई ने अपनी खुशी चली ने अपनी खुशी चली. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ തന്നെ നാട്ടുകാരിയായ നമ്മുടെ നിദ ഷെറിൻ പാടിയ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം വിളിക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ഞാൻ ചോദിച്ച സമയത്ത് ഇവൾ മിണ്ടാതെ നിന്നു. കാരണം മറ്റൊന്നുമല്ല, വീഡിയോക്ക് മുമ്പ് ഭയങ്കര ഷൈയല്ലേ. എങ്കിലും പറയട്ടെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നല്ല സപ്പോർട്ടുള്ള സാറുമാർ ഷെയ്ദ് സാറ്, പിന്നെ ബഷീർ സാറാണ്, പിന്നെ ക്ലാസ് ടീച്ചേഴ്സ്. പിന്നെ ആ സ്കൂൾക്ക് വിളിച്ചപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായം വിളിച്ച് പറഞ്ഞു കേട്ടോ. കാരണം ആ സ്കൂളിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നിദ ഷെറിൻ അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു ഇളയ കലാകാരിയെ നമുക്ക് ഉയരങ്ങളിൽ എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.